സദ്ഗുരുവേ ശരണം. ഇന്ത്യ മുഴുവനും ഇപ്പോൾ നമ്മുടെ CBSE ഇളക്കി മറിച്ചിരിക്കുകയാണ് അല്ലേ. എല്ലാം ഭയങ്കര വിവാദമാണ്. കുട്ടികളെല്ലാം ഭയങ്കര ആശങ്കാകുലരാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പാരൻസിലും കുട്ടികളിലും ഒരുപാട് കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു ഇൻറ്റൻഷൻ എയിം ഇതെല്ലാം വളരെ നല്ലതാണ്. കുട്ടികളുടെ എല്ലാ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു കാണാതെ പഠിച്ച് കുട്ടികൾ ഒരു മെഷീൻ പോലെയല്ല, അവരുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ സ്വന്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ വിലയിരുത്താനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പുതുക്കിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ആശയക്കുഴപ്പങ്ങൾ തുടങ്ങിയല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും കാലം കഴിയുമ്പോൾ അത് മനസ്സിലായി വരുമ്പോൾ എല്ലാവരും ഒന്ന് ശാന്തമാകുമായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ CBSE ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് 9th കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ 3 ലാംഗ്വേജ് പോളിസിയെക്കുറിച്ചും പിന്നെ ബാക്കി എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ക്ലാസ്സുകളിലും ചോദിക്കാൻ പോകുന്നത്, അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പാരൻസ് എന്താണ് ഇനി ചെയ്യേണ്ടത്, കുട്ടികളത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് ഈ വീഡിയോയിൽ പറയാം. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷം ഇതിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിനകത്തൊരു ഫ്രീ PDF അത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് തരുന്നുണ്ട്. ഇപ്പോഴത്തെ CBSEയുടെ പുതിയ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ PDF ഫ്രീ ആയിട്ടുള്ള PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ഒരു കമൻറ്റ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലിത ശ്രീജിത്ത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ലാംഗ്വേജ് ഒരു പ്രശ്നമല്ല. കാരണം പണ്ട് മുതലേ നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ത്രിഭാഷാ പദ്ധതി പ്രകാരം അല്ലേ. അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് അത് വലിയ ഇഷ്യൂ അല്ല. പിന്നെ എന്താണ് ടെൻഷൻ എന്ന് വെച്ചാൽ ഇനി ഒരു ലാംഗ്വേജ് കൂടെ പഠിക്കേണ്ടി വരുമോ, അതായത് 9th 10th ഒക്കെ എത്തുമ്പോൾ എക്സ്ട്രാ ലാംഗ്വേജ് പഠിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ലാംഗ്വേജ് പോളിസി പ്രകാരം നമുക്ക് 3 ലാംഗ്വേജാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് R1, R2, R3. R1 എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ സ്കൂളിലെ ഒരു മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് എന്തായാലും അത് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും മിക്ക സ്കൂളുകളിൽ. R1 നിങ്ങൾക്ക് നിങ്ങളുടെ മദർ ടങ് എടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അപ്പം അതിൻ്റെ ഓപ്ഷൻ നമ്മുടെ സ്കൂൾ തരുന്നതനുസരിച്ച് നമുക്കത് എടുക്കാവുന്നതാണ്. R1 യുവർ മദർ ടങ് ഓർ ഇംഗ്ലീഷ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി R2 3 ലാംഗ്വേജിൽ 2 ഇന്ത്യൻ നേറ്റീവ് ലാംഗ്വേജസ് ആയിരിക്കണം. അതായത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജസിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് CBSE തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 ഇന്ത്യൻ ലാംഗ്വേജസ് കുട്ടികൾ പഠിച്ചിരിക്കണമെന്നാണ്. അവിടെയാണ് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ ഏതായാലും R1 ഇംഗ്ലീഷ് എടുത്തു എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ R2 നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നമുക്കത് മലയാളം എടുക്കാം, R2 മലയാളം എടുക്കാം. അപ്പോൾ എഗെയിൻ R3 കിടക്കുന്നു. അപ്പോൾ മലയാളം എടുക്കാൻ പറ്റില്ല, ഇംഗ്ലീഷും എടുക്കാൻ പറ്റില്ല. കാരണം R1 ഒരു സബ്ജക്റ്റ് എടുത്താൽ അത് പിന്നെ R2, R3 അത് എടുക്കാൻ പറ്റില്ല, ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി R2 ഒരു ലാംഗ്വേജ് എടുത്താൽ അത് പിന്നെ R3 എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു തേർഡ് ഒരു ലാംഗ്വേജ് എടുക്കണം. അപ്പോൾ മലയാളികളെ സംബന്ധിച്ച് നമുക്കത് ഹിന്ദി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അത് വലിയ പ്രശ്നമേ അല്ല. പക്ഷേ ഇത് പലപ്പോഴും ഇപ്പോൾ മലയാളം പഠിക്കാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഹിന്ദി ഒട്ടും പഠിക്കാത്ത കുട്ടികൾ, ഇങ്ങനെയുള്ളവർക്കാണ് ഈ R3 കാര്യം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ പലരും എനിക്ക് ഇപ്പോൾ ഇൻസ്റ്റയിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടു. അവർ ചിലർ അറബി പഠിച്ച് വന്ന കുട്ടികളുണ്ട്, ചിലർ വിദേശത്ത് പഠിച്ച കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അതിലിപ്പോൾ ഫോറിനിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അതിനുള്ള എക്സംഷൻ CBSE കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്കൂളിൽ കൺസൾട്ട് ചെയ്താൽ അതറിയാൻ പറ്റും. പിന്നെ R3 എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ബോർഡ് എക്സാം അല്ല. അപ്പോൾ അത് സ്കൂളിൽ ഒരു ഇന്റേണൽ അസസ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്ക് നമ്മുടെ ടോട്ടൽ മാർക്കിൽ ആഡ് ചെയ്യുന്നതുമില്ല. അപ്പോൾ R1 ആൻഡ് R2 അത് മാത്രമാണ് ബോർഡ് എക്സാം നടക്കുന്നത്. അത് 80 മാർക്കിൻ്റെ എക്സാം നോർമലി നടത്തുന്ന ആ ഒരു എക്സാമാണ് നടക്കുന്നത്. പിന്നെ 20 മാർക്ക് സ്കൂളിലെ ഇന്റേണൽ അസസ്മെന്റ് നിന്ന് ആഡ് ചെയ്ത് അങ്ങനെ ടോട്ടൽ 100 മാർക്സിലാണ് R1 ഉം R2. അതിപ്പോൾ നോർമലി നമ്മുടെ സ്കൂളിലെല്ലാം 2 ലാംഗ്വേജ് നമ്മൾ എഴുതുന്നുണ്ടല്ലോ മെയിനായിട്ട്. അതുപോലെ R1, R2 അത് മെയിനായിട്ടുള്ള 2 ലാംഗ്വേജ് ആയിട്ട് പോകും. പിന്നെ R3 എന്ന് പറയുന്നത് കുട്ടികൾ ഒരു അഡീഷണൽ ലാംഗ്വേജും കൂടെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അത് ഇന്ത്യൻ ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യാനും കൂടെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ R2 മലയാളം എടുത്തവർക്ക് പിന്നെ വീണ്ടും മലയാളം എടുക്കാൻ പറ്റില്ല R3. അപ്പോൾ നമ്മൾ ഹിന്ദി എടുക്കാം. ഇനി ഹിന്ദി എടുക്കാൻ പറ്റില്ല, തമിഴ് എടുക്കാം, കന്നഡ എടുക്കാം. നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് അത് നിങ്ങൾക്ക് R3 എടുക്കാം. അപ്പോൾ സ്കൂളിൽ അതിനുള്ള സൗകര്യം അവർ ചെയ്യുമെങ്കിൽ
അപ്പോൾ സ്കൂളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നമുക്കത് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ CBSEയുടെ സർക്കുലേഴ്സ് ഒക്കെ നോക്കിയപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ R3 ഇപ്പോൾ ഇൻ കേസ് കുട്ടികൾക്ക് സ്കൂളിൽ അതിനുള്ള ഇതില്ലെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റു സ്കൂളുകളിൽ നിന്ന് അതിനുള്ള ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ അവിടുന്ന് അതിനുള്ള ആ ഒരു അസിസ്റ്റൻസ് എടുത്തുകൊണ്ട് R3 പഠിക്കാം. അതിൻ്റെ സ്കൂളിൽ ആ ഒരു ഇന്റേണൽ അസസ്മെന്റ് നടത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ. ഇനി അതും അല്ലെങ്കിൽ പേഴ്സണൽ ട്യൂട്ടറെ വെച്ചിട്ട് നമുക്ക് R3 പഠിക്കാം. അത് പഠിച്ചിട്ട് സ്കൂളിൽ അതൊരു എക്സാം അവർ നടത്തിയാൽ മതിയല്ലോ. ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് R3യുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ അവർ 6ാം ക്ലാസ്സിലെ ലെവലിലുള്ള ആ ഒരു പ്രൈമറി ലെവലിലെ ഒരു ടെക്സ്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ ഇനി R3യെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ് ആയിരിക്കും. R3യുടെ മാർക്സ് സർട്ടിഫിക്കറ്റിൽ ഒരു ഗ്രേഡ് ആയിട്ട് അത് കാണിക്കും. പക്ഷേ അതിൻ്റെ മാർക്സ് ഒരിക്കലും നിങ്ങളുടെ ടോട്ടൽ മാർക്സിൽ ആഡ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് R3യുടെ മാർക്സ് നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജിനെ ബാധിക്കില്ല. അപ്പം അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ തന്നെ നമുക്കിത് പഠിക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല പ്രൈമറി ലെവലിൽ ഒരു ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡിൽ നെക്സ്റ്റ് ഇയർ അവർ പറയുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബുക്ക് പഠിക്കുന്നതാണ്. ഇപ്പോൾ അത് 9th സ്റ്റാൻഡേർഡിൽ മാത്രമേ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 10th ഈ വർഷത്തെ 10th ഇത് ബാധകമല്ല. അപ്പോൾ അവർ ഫ്രീ ആണ്. ഇപ്പം 9th കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കേരളത്തെ സംബന്ധിച്ച് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്ന് പറയുന്നത് നമ്മൾ കാലങ്ങൾ കൊണ്ട് പഠിച്ചിരിക്കുന്നതാണ്. ബട്ട് ഇത് നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊരു പ്രശ്നമായിരിക്കും. കാരണം ഓൾറെഡി അവർ ഹിന്ദി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു ലാംഗ്വേജ് പഠിക്കണം. ഒരു പുതിയ ലാംഗ്വേജ് അവർ പഠിക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച്, കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് ഹിന്ദി അത് വലിയ കുഴപ്പമില്ല. ബട്ട് അവർക്ക് അങ്ങനെയല്ല. അവിടെ അവർ ഹിന്ദി എടുത്തു, ഇംഗ്ലീഷ് എടുത്തു, അപ്പോൾ അവരിനി ഒരു ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ അവർക്ക് സാൻസ്ക്രിറ്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജ് അവർ പുതിയതായിട്ട് പഠിക്കേണ്ടി വരും. അതുകൊണ്ടായിരിക്കും അവിടെയൊക്കെ അതൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. ബട്ട് കേരളത്തെ സംബന്ധിച്ച് അത് വലിയ ഇഷ്യൂ അല്ല. പിന്നെ പഠിക്കുന്നതിനുള്ള ഒരു ഓവർ ബേർഡൻ ആവുമോ എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ പാരൻസിനെ സംബന്ധിച്ച് അവരുടെ പ്രശ്നം. അപ്പോൾ അതൊട്ടും അല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ എക്സംഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അതിനുണ്ട്. പിന്നെ ഫോറിനിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അതെല്ലാം അതിനുള്ള കാര്യങ്ങൾ CBSE ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇനി ചില കുട്ടികളുടെ സംശയം, അവരിപ്പോൾ ഫ്രഞ്ചും ജർമ്മനൊക്കെ പഠിച്ചു വരുന്ന ചില കുട്ടികളുണ്ട്, ഫോറിൻ ലാംഗ്വേജ്. അപ്പോൾ അവർ പെട്ടെന്ന് അതൊക്കെ മാറ്റിയിട്ട് ഇനി ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കേണ്ടി വരുമോ എന്നുള്ളത്. അത് എന്തായാലും 2 ഇന്ത്യൻ ലാംഗ്വേജസ് പഠിക്കണം എന്ന് പറയുന്ന സ്ഥിതിക്ക് R2, R3 എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജസ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതിനി ഒരു ഓപ്ഷൻ അതിനകത്തില്ല. പിന്നെ ഇപ്പോൾ ഫ്രഞ്ചൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിക്കാമെന്നാണ് പറയുന്നത്. R3 ഒരു 4th സബ്ജക്റ്റ് അല്ലെങ്കിൽ 4th ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് പഠിക്കാം? ഫ്രഞ്ച് പഠിക്കാം. അതിന് വിരോധമൊന്നുമില്ല. ബട്ട് 2 ഇന്ത്യൻ ലാംഗ്വേജസ് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ കൺഫ്യൂഷൻ മാറിയല്ലോ, ടെൻഷനൊന്നും വേണ്ട. അപ്പം R1ന്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഇപ്പോൾ ഒരവസരമുണ്ട്. അത് എല്ലാ സ്കൂളിലും അത് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് സ്കൂളുകളിൽ ഇപ്പോൾ കാവേരി ടെക്സ്റ്റ് ബുക്സ് NCERTയുടെ അതിൻ്റെ ആ ഒരു PDF തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാ കുട്ടികൾക്കും കൊടുക്കണം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പ്രിന്റ് ചെയ്യാനും എല്ലാം അത് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മെസ്സേജ് നിങ്ങൾ അയയ്ക്കുക, തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ ഇനി കിട്ടുന്നതനുസരിച്ച് എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇംഗ്ലീഷ് ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് നോക്കി ജോയിൻ ചെയ്യുക. പിന്നെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് സ്റ്റാൻഡേർഡ് 5, 6, 7 കുട്ടികൾക്ക് just ₹4,500 per month. ബേസിക് ഗ്രാമർ അവർക്ക് ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ വേണ്ടവർ, അതിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിൽ വിളിക്കുക. ലിമിറ്റഡ് സീറ്റ്സ്. CBSE സ്റ്റേറ്റോ ഏതായാലും ബേസിക് ഗ്രാമറാണ്. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമേ 8th, 9th, 10th ചെല്ലുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് അത് മനസ്സിലാവുള്ളൂ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ, എല്ലാവർക്കും ചേരാൻ പറ്റിയ ഒരു ഫീ വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറിൽ വിളിക്കുക. അത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞായിരിക്കും ക്ലാസ്. 1 hour ക്ലാസ് ആണ്. പുതിയ സ്കീം അനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും, എല്ലാ സബ്ജക്ട്സും ലാംഗ്വേജസും, അതിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വിശദ വിവരങ്ങളായിട്ട് ഞാൻ ഉടൻ തന്നെ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. സദ്ഗുരേഷൻ.